കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചായമടിച്ചിറക്കിയ മീൻപിടുത്ത ബോട്ടിൽ ആളുകളെ വാരി വലിച്ചു കയറ്റി അവസാനം അത് മുങ്ങി 22 പേർ മരിച്ചതാണ് ഒരൊറ്റപ്പെട്ട സംഭവം. കള്ളും കഞ്ചാവും അടിച്ച് കിളിപോയൊരുത്തൻ ആശുപത്രിയിൽ യുവ ഡോക്ടറെ കുത്തിക്കൊന്നതാണ് മറ്റൊരു ഒറ്റപ്പെട്ട സംഭവം. ഡോക്ടർക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാതിരുന്നതാണ് പ്രശ്നമായതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. അതിലും ഒറ്റപ്പെട്ടതായി. പുതിയ ആശുപത്രി കെട്ടിടത്തിന് മരിച്ച ഡോക്ടറുടെ പേരിടുന്നതോടെ സർക്കാരിൻ്റെ ജോലി കഴിഞ്ഞു. ഇനി അടുത്ത ഒറ്റപ്പെട്ട സംഭവത്തിനായുള്ള കാത്തിരിപ്പാണ്. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ച വരെ AI ക്യാമറ വിവാദം ഒരു വൺ സൈഡ് ഗെയിമായിരുന്നു. സതീശനും രമേശനും ഇങ്ങളെ വെടിപൊട്ടിക്കലോട് വെടിപൊട്ടിക്കൽ. എന്നാൽ കാര്യത്തിൽ പ്രതികരിക്കാൻ CPMകാർ തയ്യാറായി എന്നതാണ് ഈ ആഴ്ചയിലുണ്ടായ വലിയ മാറ്റം. പ്രതിപക്ഷം കോടികളുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ തട്ടിപ്പിൽ സർക്കാർ ഖജനാവിൽ നിന്ന് നയാ പൈസ നഷ്ടമായിട്ടില്ല എന്നാണ് സഹാക്കളുടെ പ്രധാന ന്യായീകരണം. ആദ്യം ക്യാപ്സൂളുമായി ഗോവിന്ദൻ മാഷ് എത്തുന്നു. ആ പദ്ധതി യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇന്നലെ വരെ പറയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ പുകമറ സൃഷ്ടിച്ച് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ നടത്തിയ ഒരു നയാ പൈസയുടെ അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസയും ഇന്നേ വരെ ചെലവാക്കിയിട്ടില്ല. ഇത് അഴിമതി ക്യാമറയാണ്. ഈ അഴിമതി ക്യാമറ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? കോവിന്ദൻകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഇതെല്ലാം ക്ലിഫ് ഹൗസിന് വേണ്ടിയാണ്, ക്ലിഫ് ഹൗസുമായി ബന്ധമാണ്. ഞാൻ ആദ്യം ആരോപിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 കോടി രൂപയുടെ അഴിമതിയാണ്. ചോയ്സുമായിട്ട് ബന്ധപ്പെട്ട് നല്ലോണം കേട്ടോ. കേൾക്കുന്നുണ്ട് സഹാവേ, എല്ലാം കേൾക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം പറയണല്ലോ. ഇതേവരെ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് എല്ലാം ആയിട്ടില്ല. ഇപ്പോഴും തന്നെ പറയേണ്ട കാര്യമില്ല. മൂത്താലേ പറിക്കാൻ പറ്റുള്ളൂ. അതാണ്, പറിക്കുമ്പോൾ ശരിക്കും മൂത്തിട്ട് പറിക്കണം. അതുകൊണ്ട് ഞാൻ ഇതെന്നെ പറയാം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 കോടി രൂപയുടെ അഴിമതിയെ സംബന്ധിച്ചാണ്. നോട്ട് ചെയ്തോ? 100 കോടിയുടെ അഴിമതി. 100 കോടിയല്ലേ? ആകെ 232 കോടിയാണ് കേട്ടോ. അതിലാണ് 100 കോടി. പക്ഷേ 100 കോടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കുറയാൻ പാടില്ലല്ലോ. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 132 കോടിയാണ്. എനിക്ക് രേഖകളില്ലാതെ ഞാൻ ഒരു അക്ഷരവും ആരെ പറ്റിയും പറയില്ല. ഈ പ്രസാദിയോയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക് വാ. കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി, കൃത്യമായ രേഖകളുടെ പിൻബലത്തോടുകൂടി കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ഇനി പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഗോവിന്ദ മാഷിന്റെ ചെറിയൊരു സ്റ്റഡി ക്ലാസ് ആണ്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം. ഈ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പറയുന്നത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു യോജിപ്പിലെത്തണം. ഞങ്ങൾ തമ്മിൽ ഒരു മത്സരം, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്. എല്ലാ ദിവസവും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഉന്നയിക്കേണ്ട കാര്യങ്ങൾ പരസ്പരം ആലോചിച്ചാണ് ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. എല്ലാ നിയമവും ലംഘിച്ച് സ്വന്തക്കാർക്ക്, ബന്ധുക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന 100 കോടി രൂപയുടെ ലാഭം ഇതിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇടപാടാണ് നടന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത് ഞാനൊരു 100 കോടി VD സതീശൻ പറഞ്ഞാൽ 132 കോടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അടുത്ത സന്ദർഭത്തിൽ എനിക്ക് ചാൻസ് കിട്ടുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഉന്നം. അപ്പോൾ 100 കോടിയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, 132 കോടി രൂപയാണ് ഈ രമേശ് ചെന്നിത്തല പറയുന്നത്. അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്ക് അതിനെ പറ്റിയത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്രാതി പോരാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അടിസ്ഥാനം ഇല്ലാതുകൊണ്ട് ഒന്നും പറയാം. ഞാനും അവനും കൂടെ കണ്ടാൽ പട്ടിയും പൂച്ചയും പോലെ. ഇത് തന്നെ അദ്ദേഹവും പറയണേ. പക്ഷെ ഇതിലിപ്പോ പട്ടി ഏതാ പൂച്ച ഏതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അസംബന്ധങ്ങൾ വിളിച്ചു പറയുക,
അതിനാവശ്യമായ രീതിയിലുള്ള വലിയ പ്രചാരവേലക്ക് നിങ്ങളെല്ലാം നിന്നു കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഒരേ ഒരു വാർത്ത കൃത്യമായ തെളിവുകൾ സഹിതം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാതെ പുകമറയാണ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു പുകമറയാണ്. പുകയുണ്ടല്ലോ നിറച്ചിട്ടോളം ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. അതാണ് LDF. ചെന്നിത്തല മന്ത്രിസഭയാകെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. മന്ത്രിസഭയാകെ, കാരണം മന്ത്രിസഭാ യോഗമാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ ചെന്നിത്തലക്ക് പകരം വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നാണ്. എന്താ ഇവരുടെ താല്പര്യം? മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നാണ്. അതിൽ ഇവർക്ക് രണ്ടുപേർക്ക് യോജിപ്പില്ല. വിജയൻ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും മറുപടി വേണമെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷം. ഈ വക കാര്യങ്ങളിലൊക്കെ മറുപടി വിജയൻ തന്നെ പറയണമെന്ന് വാശി പിടിക്കുന്നത് മോശമല്ലേ? ഇതിലൊക്കെ മറുപടി പറയാൻ എത്ര സഹാക്കളുടെ പാർട്ടിയാണ് CPM. അപ്പോൾ അടുത്ത ക്യാപ്സൂൾ ബാലൻ സഹാവിൻ്റെ വക. പഴയ വിജയനായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പുതിയ വിജയനായാലും കുഴപ്പമില്ല, മറുപടി പറയണം. വീണ്ടും മുഖ്യമന്ത്രി ഓരോ ദിവസവും മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതിനും മനസ്സില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു, എന്റെ പ്രിയപ്പെട്ട ബാലൻ. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? മറുപടി പറഞ്ഞാൽ ഉടനെ പറയും മുഖ്യമന്ത്രി ഇടപെട്ടു, രാജിവെക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും നിശബ്ദത കാട്ടുന്നത് എന്തോ ഒളിച്ചു വെക്കാനാണ്. ഇത് വേറെ ഏട്ടന്റെ പീടിയെ പോയിട്ട് പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? വ്യത്യസ്തനാമൊരു ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറെ സമയമെടുത്തു. കണ്ണടച്ചു തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല. അതിപ്പോൾ ഇന്നലെ ബാലൻ്റെ ഒരു പ്രയോഗം കണ്ടു. ഏട്ടൻ്റെ വീഡിയോയിൽ പോയി പറഞ്ഞാൽ മതി. അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ. അത് ഇതുവരെ അങ്ങനത്തെ ഒരു ചൊല്ല് കേട്ടിട്ടില്ല. ഏട്ടൻ്റെ വീഡിയോ ഏതാ ഞങ്ങളൊന്ന് അന്വേഷിക്കും. ഞങ്ങൾക്ക് ഇതിലൊന്നും പേടിക്കാനില്ല. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സ്വർണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിരുന്നു? ചെമ്പിൻ്റെ ഉള്ളിൽ സ്വർണം പിടിച്ചോ, ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണം പിടിച്ചോ, ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം പിടിച്ചോ. പറയുന്നതിന് ഒരു മര്യാദ വേണം. ഇത് രണ്ട് മുൻ പ്രതിപക്ഷ നേതാവാണോ ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവാണോ കേമൻ? താനല്ലേ ഇവനെ പോയിട്ട് കവിത എഴുതിയത്? ഇപ്പൊ എന്തായി? ഉടൻ തന്നെ വേറൊന്നും എഴുതിക്കോ. ബാലൻ, ഒരു തോലൻ, ആറ് ബോറൻ, വെറും പോടൻ, പെരുങ്കള്ളൻ എഴുതണോ? എഴുത. ചില ആളുകൾ ചില വക്കീൽമാരെ കുറിച്ച് തമാശ രൂപത്തിൽ പറയാറുണ്ട്. അതായത് സൈക്കിൾ മുട്ടിയ കേസ് വാദിച്ചാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കും കോടതി. അതുപോലെയാണ് ബാലൻ്റെ കേസ് വാദിക്കുക. ഇങ്ങനെ രണ്ട് വാദം നടത്തിയാൽ പിണറായി അകത്ത് പോകാൻ പിന്നെ വേറൊന്നും വേണ്ട. രാജാ ഹരിശ്ചന്ദ്രയുടെ കഥ വായിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും വായിച്ചിട്ടുണ്ട്, പക്ഷെ ഗാന്ധിജിയെയും നേരിൽ കണ്ടിട്ടില്ല. ആ വിഷമം ഇന്ന് മാറി. ഏതാണ്ട് അവർക്ക് തുല്യനായ ഒരാളെ എനിക്കിന്ന് കാണാനൊത്തല്ല. കാരണഭൂതൻ സഹാവിന് വേണ്ടി ഇത്രയൊക്കെ സഹാക്കൾ കാര്യകാരണ സഹിതം പ്രതികരിച്ചിട്ടും പ്രതിപക്ഷത്തിന് തൃപ്തിയാവുന്നില്ല. ഇനി ആന്റണി രാജുവിൻ്റെ ക്യാപ്സൂളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതൊക്കെ പറഞ്ഞു നടന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായി എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആന്റണി രാജു. പഴയ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ വ്യക്തിഹത്യ നടത്തി കേരളത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, അഴിമതി ആരോപണം ഉന്നയിച്ചു. പക്ഷേ അതിനെല്ലാം ചുട്ട മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലേക്കായിരിക്കും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പോകാൻ പോകുന്നത്. ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയാണോ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം? ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നുണക്കൊട്ടാര ഇടിഞ്ഞു വീഴും. അങ്ങനത്തെ വാക്കുകളൊന്നും ഞങ്ങളാരും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മെറിറ്റിലേക്ക് കിടന്നിട്ട് സുപ്രധാനമായ 7 ചോദ്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി അന്ന് മുതൽ ഇത് കൊടുത്തതുവരെയുള്ള കാര്യങ്ങൾ. ഈ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് അതിനെ സംബന്ധിച്ച് വല്ല മറുപടി പറയാൻ പറ്റുമോ? ഉനക്ക് തന്നെ മരത്തിലേറെ പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ, നീ ബുദ്ധി വെച്ച് ഏറ്. എന്തിനാണ് ഈ വകുപ്പൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയിൽ. കൈ പൊള്ളുന്നതുകൊണ്ടാണ്, പേടിച്ചിട്ടാണ് പറയാത്തത്. അറിയാൻ പാടില്ലാണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല, അത് അദ്ദേഹം മോശക്കാരനൊന്നുമല്ല. അങ്ങനെ കൈ പൊള്ളിയിട്ട് മറ്റേ മന്ത്രി മറന്നുപോയി. മൊത്തം ഇത് നടത്തിയ മന്ത്രി ഇതെല്ലാം മറന്നുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ മന്ത്രി, നടപ്പാക്കിയ മന്ത്രി എല്ലാം മറന്നുപോയി. ഞാൻ എല്ലാം മറന്നുപോയി. എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല. മനസ്സിലായില്ല, തീർന്നല്ല.
ഒരു ചെറിയൊരു നിരാശന്നോ പരിഭവമെന്നോ എന്തായാലും പറയാം, അത്രയേ ഉള്ളൂ. കഥകളി